പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനും ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധനും ദൈവപുത്രനും വിളിക്കപ്പെടുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധനാണ്, ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ ദൂതൻ നമ്മുടെ മേൽ വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവായ യേശു മിശിഹ ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ, നമ്മൾ ഓരോ മക്കൾക്കും ഒരേ ഒരു ദൗത്യമുള്ളൂ: നമ്മൾ പരിശുദ്ധനായിരിക്കണം, ദൈവമക്കളെന്ന് വിളിക്കപ്പെടണം. കർത്താവായ യേശു മിശിഹ വന്നാൽ അതേ നിമിഷം മുതൽ നമ്മൾ പരിശുദ്ധി പ്രാപിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ ബാക്കി ചെയ്യേണ്ട പ്രവൃത്തികളും എല്ലാം നന്മയായി ചെയ്യുക, ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുക. ഈ ക്രിസ്മസ് കാലം നമുക്ക് പ്രത്യേകമായി ജീവിതകാലം മുഴുവനും പരിശുദ്ധനായി ജീവിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാനും നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും ചിന്തകളും എല്ലാം തന്നെ കർത്താവായ യേശു മിശിഹയിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് കൃപ നൽകട്ടെ. നമ്മൾ ഇനിമേൽ പരിശുദ്ധനും ദൈവപുത്രനാണെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.